ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറുള്ള മധുരസേവയുടെ റെസിപ്പിയായിട്ടാണ്. മധുരസേവ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. കാണുന്ന പോലുള്ള ഒരു പാടുമില്ല. സിമ്പിളായിട്ട്, എന്നാൽ സേവനാഴിയോ അതിൻ്റെ അച്ചോ ഒന്നുമില്ലാതെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സേവനാഴിയിൽ അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അച്ചില്ലാത്തതാണ്. എന്നാൽ നമുക്കിതൊന്നും ഇല്ലാതെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി 1 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. എൻ്റെ കയ്യിലുള്ളത് വറക്കാത്ത പൊടിയായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. 1 കപ്പ് തന്നെയാണ് ചേർക്കുന്നത്. നിങ്ങൾ എത്ര കടലമാവ് എടുത്താലും അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ അരിപ്പൊടി എടുക്കുക. നൈസായിട്ടുള്ള പൊടി വേണം എടുക്കാനായിട്ട്, തരിയുള്ള പൊടി എടുക്കരുത്. അത് നമ്മൾ ചേർത്തിട്ട് അരിപ്പൊടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കളറൊന്നും മാറരുത് കേട്ടോ. അതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി, ചെറിയ തീയിലിട്ടിട്ട്. അത് നമ്മൾ കടലമാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് ഉപ്പ് അത് മതി. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് പതുക്കെ കടലമാവും അരിപ്പൊടിയും നമ്മൾ ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. പൊടികൾ ഇത്ര മാത്രമേ നമ്മൾ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കുറേശ്ശെ ഒഴിക്കുക, ഒരുപാട് ലൂസായി പോവാതെ കുഴച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ എന്തെടുക്കണം, ആദ്യം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ കൈവച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിനെ നമ്മളൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി, സാധാരണ നമ്മൾ ചെയ്യുന്ന സമയത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സേവനാഴിയും അതിൻ്റെ അച്ചും ഉണ്ടെങ്കിൽ നമുക്ക് ആ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ചെയ്തെടുത്താൽ സിമ്പിളായിട്ട് നമുക്ക് അതിലേക്കൂടെ അത് വെച്ച് നമുക്ക് മധുരസേവ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അച്ചും സേവനാഴിയും ഒന്നും ഉപയോഗിക്കാതെയാണ്. അതുകൊണ്ട് തന്നെ അച്ചില്ലാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ സേവനാഴിയിൽ അതേപോലത്തെ അച്ചില്ലാത്തവരാണെങ്കിൽ നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന പോലെ ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാവ് കുറച്ച് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ആ പരുവത്തിലല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടുന്ന പരുവത്തിൽ, ഒരുപാട് ലൂസാക്കരുത്, എന്നാൽ എന്താ പറയുന്നത്, ഒരുപാട് അങ്ങോട്ട് കട്ടിയാക്കരുത്. ഇത് പിഴിയുന്ന സമയത്ത് അത് സ്മൂത്തായിട്ട് വരുന്ന രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് പിഴിയുന്ന സമയത്ത് സ്മൂത്തായിട്ട് വന്നെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്തൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോഴത്തേനും നമുക്ക് നമ്മുടെ മാവ് കുഴച്ച് വയ്ക്കുമ്പോഴത്തേക്കിനും ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാവാനായിട്ട് വയ്ക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ സേവനാഴിയിൽ നമ്മൾ സാധാരണ വരുന്ന അച്ചൊന്ന് ഇതാണ്, ഇടിയപ്പത്തിൻ്റെ. പിന്നെ ഇച്ചിരി കൂടെ വലുത്, ഇതാണ് മാക്സിമം വലിപ്പം. ഇതിലും വലിയ അച്ചുണ്ടെങ്കിൽ നിങ്ങൾ അതാണ് ഉപയോഗിക്കേണ്ടത്. ഇത് മിക്സ്ചറിനൊക്കെ പറ്റിയിട്ടുള്ള അച്ചാണ്. ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവത്തില്ല. അപ്പം നമ്മളതിന് വേണ്ടിയിട്ട് ഒരു മിൽമാട തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു പാലിൻ്റെ കവർ എടുക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെയോ ഏതെങ്കിലും കട്ടിയുള്ള കവറായിരിക്കണം. നല്ല ക്ലീൻ ചെയ്ത് എടുക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു കോർണർ നമ്മൾ മാവ് നിറയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. കഴുകി നല്ല വൃത്തിയാക്കി ഞാൻ വെച്ചേക്കുന്നതാണ്. ഇനി അത് ഒരു ഗ്ലാസ്സിലേക്കോ, നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ നിറയ്ക്കത്തില്ലേ, അതുപോലെ ഒരു പാത്രത്തിലൊക്കെ വെച്ചിട്ട് ഇത് നിറയ്ക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ സ്പൂൺ വെച്ച് ഇങ്ങനെ കൊരിയെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഉഴുന്നുവടയ്ക്കൊക്കെ മാവ് കഴിക്കത്തില്ലേ, ആ ഒരു മാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് കുഴച്ച് വെച്ചേക്കുന്നത്. അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു പൈപ്പിംഗ് ബാഗ് ഒരു കാരണവശാലും എടുക്കരുത്. പൈപ്പിംഗ് ബാഗൊക്കെ ചിലരുടെ കയ്യിലുണ്ടാവും, കേക്കൊക്കെ ഉണ്ടാക്കുന്നവരുടെ അടുത്ത്. അത് ഉപയോഗിക്കരുത് കേട്ടോ. നമ്മൾ ഇതിൽ എത്ര സ്മൂത്തായിട്ടാണെങ്കിലും നമ്മൾ പ്രസ് ചെയ്ത് പിഴിയുന്ന സമയത്ത് അതിൻ്റെ ആ പൈപ്പിംഗ് ബാഗ് പൊട്ടിപ്പോവും, കീറിപ്പോവും കേട്ടോ. അതുകൊണ്ട് കട്ടിയുള്ള കവർ എടുക്കാം. പാലിൻ്റെ കവറാണെങ്കിൽ ബെറ്ററാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു കോർണർ ജസ്റ്റ് ഒന്ന് കട്ട്. ആദ്യം ഒരു ചെറിയ ഹോളിന്, ഒരുപാട് വലുതാക്കരുത്, സൈസ് ഒരുപാട് വലുതായിപ്പോൾ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ അതിൻ്റെ ഒരു വലിപ്പം. ഇനി നമ്മൾ തിളച്ചിരിക്കുന്ന എണ്ണയിലേക്ക് അത് പിഴിഞ്ഞു കൊടുക്കുക. കണ്ടോ, അതിൻ്റെ മുകളിലോട്ട് വീഴാത്ത പോലെ ഇങ്ങനെ ചുറ്റിക്കൊടുക്കുക. ജിലേബിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, ഏകദേശം അതുപോലെയൊക്കെ തന്നെ. അപ്പോൾ അതാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് വീഴും കേട്ടോ, സിമ്പിളായിട്ട് കഴിയും. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിനു വേണ്ടി സേവനാഴിയോ അതിൻ്റെ അച്ചോ ഒന്നും ആവശ്യമില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ചെറിയ ഫ്ലെയിമിലിട്ട്, എനിക്കിതാ ഈ ഒരു ഗോൾഡൻ കളർ ആവുന്നതാണ് ഇഷ്ടം. ഇച്ചിരി നല്ലൊരു അത് കഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. അതിഷ്ടമില്ലാത്തവർ ഒരുപാട് കളർ മാറുന്ന സമയം വരെ നിൽക്കേണ്ട, ചെറിയ തീയിലിട്ട് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ ഇച്ചിരി കൂടെ ഒന്നൊരു ഗോൾഡൻ കളറിലാക്കി എടുക്കും. എനിക്കതാണ് കഴിക്കാനായിട്ട് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് കേട്ടോ, തീ കൂട്ടിയിടരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി അതിനെ ഒന്ന് കോട്ട് ചെയ്യാനായിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് മധുരസേവയാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് മധുരം ചേർക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ 1/2 കപ്പ് പഞ്ചസാരയ്ക്ക്. അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന്
തിളപ്പിച്ചെടുക്കുക. നിങ്ങൾ എത്ര പഞ്ചസാര എടുത്താലും ഒരുപാട് വെള്ളം ഒഴിക്കരുത്. വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുകി വരാനുള്ള വെള്ളം മാത്രം ലോ ഫ്ലെയിമിൽ ഇടാവുള്ളൂ. പഞ്ചസാര ക്യാരമലൈസ് ആവാൻ പാടില്ല. 3 ഏലക്ക എടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം നമ്മൾ അധികം ചേർക്കാത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് റെഡിയായി വരും. അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലൊരു തുള്ളി എടുത്ത് നല്ല തണുത്ത വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുക. നമ്മളിങ്ങനെ ഉരുട്ടുമ്പം ഉരുണ്ട് വരണം. ആ ഒരു പരുവത്തിന് നമ്മൾ ഡയമണ്ട് കട്ട്സ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ തന്നെ. അപ്പം നമ്മളതിനെ ഒന്ന് പെട്ടെന്ന് തന്നെ ഈ പഞ്ചസാര ആയി കിട്ടും കേട്ടോ. അതാണ് ഈ ഒരു പരുവം. കയ്യിലെടുത്ത് നോക്കാൻ നിൽക്കരുത്, കൈ നന്നായിട്ട് പൊള്ളും. അപ്പം വെള്ളത്തിലിട്ട് നോക്കുന്നതാണ് ബെറ്റർ. അപ്പം നമ്മൾ ദാണ്ടെ പഞ്ചസാര റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് വേണം ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സേവ് എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൽ ഓരോന്നിലും നമ്മൾ പഞ്ചസാര കോട്ടായി വരുന്നത് പോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല, ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. താഴെ ഇറക്കി വെച്ചിട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഈ പഞ്ചസാരയെല്ലാം ഇതിൽ കോട്ടായി ക്രിസ്റ്റലൈസ് ആയി വരണം. അതുവരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് അങ്ങ് സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇത്രയേ ഉള്ളൂ. നമ്മളിത് കോട്ടായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മധുരസേവ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, സിമ്പിളല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.